നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗിരിയുടെ വീട്ടിലോ? ഞാനെങ്ങനെ ഇവിടെ വന്നു? എന്തൊരു തലവേദന ഇതാ. ഇന്നലെ വൈകുന്നേരം ആകാശിന്റെ വീട്ടിൽ പോയിട്ട് പിന്നെ എന്താ സംഭവിച്ചൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. നല്ല തലവേദന ഉണ്ടല്ലേ? ഗിരിക്കെങ്ങനെ മനസ്സിലായി? നാച്ചുറലി ഇന്നലെ കഴിച്ച ലിക്കറിന്റെ ഹാങ് ഓവറാ. ഇത്തിരി വെള്ളം കുടിച്ചാൽ മാറിക്കോളും. ലിക്കറോ? ആര് കഴിച്ചു? എപ്പോ കഴിച്ചു? ഗിരി, സത്യം പറ ഗിരി പ്ലീസ്. ഇന്നലെ എന്തുണ്ടായേ? ഞാനെങ്ങനെ ഗിരിയുടെ ബെഡിൽ വന്നേ? എല്ലാം സുമതി ഇന്നലെ ആദ്യമായിട്ട് മദ്യവെച്ചതിന്റെ പ്രശ്നങ്ങളാ. സത്യം പറയാലോ, ഭയങ്കര ഓവറായിരുന്നു. ഞാൻ കുടിക്കാറില്ല, എനിക്കത് ഇഷ്ടമല്ല ഗിരി. ഓ ശരി, എന്നാ പിന്നെ ഓരോന്നായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എന്തൊരു ചതിയ സ്നേഹം എന്റെ അടുത്ത് കാണിച്ചു. അതെ, തലവേദന മാറുന്നില്ലെങ്കിലേ ഇതിൽ അതിനുള്ള ടാബ്ലറ്റ്സ് ഇരിപ്പുണ്ട്, ഇതെടുത്ത് കഴിച്ചാൽ മതി. പിന്നെ ഇന്നലെ രാത്രി അടിച്ചു വിറ്റായിട്ടേ എന്നെ വിളിച്ച പേരെന്താണെന്നറിയോ? ഗുളികൻ ഗിരിന്ന്. എന്നെ അങ്ങനെ വിളിച്ചതിനെ ദൈവം തന്ന ശിക്ഷയാ ഈ തലവേദന. അതുകൊണ്ടേ മാഡം ഈ ഗുളികൻ ഗിരിയുടെ ഗുളികയെടുത്ത് വിഴുങ്ങിയിട്ട് വിശ്രമിച്ചോളൂ. ദാ വാങ്ങിക്കൂ. ആകെ നോണക്കേടായിപ്പോ. ഹലോ, തല പൊങ്ങിയോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ റൊമാൻറ്റിക് നൈറ്റ്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ. മനുഷ്യനിവിടെ ആകെ നാണം കെട്ട് തൊലിഞ്ഞ് നിൽക്കുമ്പോഴാ റൊമാൻറ്റിക് നൈറ്റ്. എന്ത് പറ്റി? രാവിലെ തടിയ വഴക്ക് പറഞ്ഞോ? വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരു അന്തസ് ഉണ്ടായിരുന്നു സ്നേഹ. ഇത് ഒരുമാതിരി പരിഹാസവും കുത്തുവാക്കൽ പറയലും. അതിന് തടിയനെ അങ്ങനെ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റില്ല. അവനെ നീ ഇന്നലെ അത്രയ്ക്കും വട്ടം കറക്കിയിട്ടുണ്ടായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നെ ഈ അവസ്ഥയിൽ അർജുനായിട്ട് കാണണ്ട. അയ്യോ, പ്രാണനിറ്റ് വീണോണ്ടിരിക്കുക എന്നീന്ന് ഞങ്ങളുടെ കുഞ്ഞ്. അയ്യോ, എന്താ മോളെ ഇത്? ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കാന്നുള്ള വാക്ക് അർജുനായിട്ടിനെ നിറവേറ്റി കൊടുക്കാനായില്ലല്ലോ ശാരദാമ്മ എനിക്ക്. അയ്യോ മോളെ, പ്രീതി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ആ കടം വീട്ടിൽ കൊടുക്കാന്ന് പറയണ അർജുനേട്ടനോട്. എന്റെ പൊന്നു മോളെ. പിന്നെ എന്റെ അമ്മയെ ഞാൻ ചതിച്ചിട്ടില്ലെന്ന് പറയണം. ഞാൻ എന്റെ അർജുനേട്ടനോടൊപ്പം കൊതി തീരും വരെ ജീവിക്കാതിരുന്നത് തന്നെ അമ്മ കാരണം. അമ്മയെ പേടിച്ചിട്ടല്ല, അമ്മയോടുള്ള സ്നേഹം കൊണ്ടാ
അതമ്മയ്ക്ക് അറിയോന്നറിയില്ല. എന്റെ മരണം കൊണ്ടെങ്കിലും. അയ്യോ, ഒന്നുമില്ല മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് പ്രീതി, അയ്യോ മോളെ. പ്രീതി മോളെ, അനങ്ങുന്നില്ലല്ലോ. പ്രീതി, ശ്യാമേ, നീ പോയി വെള്ളം എടുത്തോണ്ടോ മോളെ. പ്രീതി, എന്താ ശാരദമ്മേ? മോളെ, അയ്യോ പ്രീതി, പ്രീതി, മോളെ, മോന്റെ മോളെ, മോളെ. പ്രീതി, മോളെ, ഈശ്വര, പ്രീതി ചേച്ചി, പ്രീതി, പ്രീതി. ഭാമേ, ഭാമ എന്താണ്? ഭാമ എന്ത് പറ്റിയെന്ന് പറ. രാഘവേട്ട, എന്താ ഭാമേ? അത് നമ്മുടെ പ്രീതി. പ്രീതിക്ക് എന്ത് പറ്റി? നമ്മുടെ പ്രീതി, അവള്. ഓ, നീ സ്വപ്നം തരം കണ്ടോ? എനിക്ക് അവളിപ്പോ കാണണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. അതിലിപ്പോ സമയത്താണ് നിന്റെ വിചാരം? ദേ, രാത്രി 2 മണി കഴിഞ്ഞു. ഈ സമയത്താണോ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്? രാഘവേട്ട, എനിക്കറിയില്ല രാഘവേട്ട, എനിക്ക് പോണം, കണ്ടേ പറ്റൂ. ഭാമേ, തൽക്കാലം നീ കിടന്നുറങ്ങ്. എന്തായാലും നേരെ ഒന്ന് പുലരട്ടെ. രാഘവേട്ട, ഭാമയെ പ്രീതിക്കൊന്നും പറ്റില്ല. നിന്റെ മനസ്സിലെ കുറ്റബോധമാ നിന്നെ ഓരോ പേടി സ്വപ്നങ്ങൾ കാണിച്ചു തരുന്നത്. രാഘവേട്ട, ദേ, പ്രീതിക്ക് കാവലായിട്ട് അവിടെ ശാരദാമ്മയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ എടുത്തിട്ട് നീ വെള്ളം എടുത്ത മതിയടി, വേണ്ടി അങ്ങനെ കാണാവണ്ട. ഞാൻ എടുത്തിട്ട് നീ എടുത്ത മതിയടി വെള്ളം. നീ അങ്ങനെ വിളിക്കാവണ്ട. ഒന്ന് പോടി, വെള്ളം എടുക്കാം. അയ്യോ എന്റെ ചേച്ചികൾ അടങ്ങ്. ഞാൻ ആരാന്നടി? നിന്റെ പൈപ്പടി ഇത്. കുളത്തിലെങ്ങാണ് തൊട്ടാനുണ്ടല്ലോ. അയ്യോ നാരായണി, നിന്നോടൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന് അടിയുണ്ടാക്കരുതെന്ന്. ഞാനല്ല നാരായണി, ഇവളാണ് ലൈൻ തെറ്റിച്ചത്. മിണ്ടി പോകരുത്. ആരാ ആദ്യം വന്നേന്ന് വെച്ചാ മര്യാദക്ക് കുടം വെച്ച് വരി നിന്നോ. ഇനി ആരെങ്കിലും വരി തെറ്റിച്ചാ നാരായണന്റെ കൈയുടെ ചൂടറിയും. ആഹാ, എത്ര പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം, എത്ര അച്ചടക്കമുള്ള ആൾക്കാർ. അല്ല, ഇവരൊക്കെ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? ആരെങ്കിലും മരിച്ചോ? ആ, ഇവരൊന്നും ഒരു പണിയില്ലാത്തവരല്ലേ. കുറച്ചു നേരം കാത്തു നിന്നാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ ഈ കുടം ഒന്ന് മാറ്റുകയാണേ. കുറച്ച് ബിസിയാ, അതുകൊണ്ടാ. പുറമെ കാണും പോലെ അല്ല, നല്ല അനുസരണയുള്ള ജന്തുക്കളാ. ബഹുമാനിക്കേണ്ടവരെയൊക്കെ ബഹുമാനിക്കാൻ അറിയാം. ആരാടി നീ? എന്ത് നീന്നോ? യു നോ ഹൂ ഐ ആം? എടി, ഇംഗ്ലീഷ്.
അതെ, UK ജോലി ചെയ്യുന്ന രാജശേഖരന്റെയും സരളയുടെയും മോളാ ഞാൻ. കൊട എടുത്ത് മാറ്റടി സർലയുടെ മോളെ. യു നോ യു ഹാവ് നോ റൈറ്റ് ടു ഇൻസൾട്ട്. നിന്നോടാ പറഞ്ഞത് മര്യാദയ്ക്ക് കൊട എടുത്ത് മാറ്റാൻ. ഡീന്നോ? വിടാൻ. പോടി. യ്യോ. അവളുടെ മോന്തയിലെ കുറെ ചായവും മുറി ഇംഗ്ലീഷും. അതെ, കോളനി പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കണമെങ്കിൽ മര്യാദയ്ക്ക് വരി നിന്ന് വെള്ളം എടുത്തോണം. ഏത് മുത്തുപട്ടര മകളായാലും നാരായണയായി പറയുന്നേ. നാരായണ ചേച്ചി, അത് പത്മാവതി അമ്മയുടെ മരുമോളാ. ഇവിടത്തെ രീതികളൊന്നും അറിയില്ല. എന്നാ അത് നേരത്തെ പറഞ്ഞൂടടി അസത്തെ. അവളുടെ കൊടയും എടുത്തോണ്ടോ. എന്നാ പിടിച്ചോ. നിന്നോടല്ലേടി പറഞ്ഞു പിടിക്കാൻ. പത്മാവതി ചേച്ചിയുടെ മരുമോളാണെങ്കിൽ അക്കാര്യം നിനക്ക് നേരത്തെ പറഞ്ഞൂടായിരുന്നോടി. ഈ കോളനിക്ക് ചില രീതികളൊക്കെ ഉണ്ട്. ഇവിടെ പിഴച്ചു പോണെങ്കിൽ അതൊക്കെ ദേ അവിടെ ചോദിച്ച് പഠിക്ക്. ആ പിന്നെ ഈ കോളനി താമസിക്കുമ്പോഴേ ഇത്ര അലങ്കാരമൊന്നും വേണ്ട. ഇവിടെ സൗന്ദര്യ മത്സരമൊന്നും നടക്കുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പല്ലവി, മുത്തശ്ശ, ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും എവിടെ പോയി? മുത്തശ്ശ. ആഹാ, നീ വന്നോ? നീ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. നിന്റെ പാറു നിനക്ക് തിന്നാനൊന്നും തരാറില്ലേ? നീ വെറുതെ പറയുന്നതാ. എനിക്കൊരു ക്ഷീണവും ഇല്ല. സ്വന്തം കുഞ്ഞിനെ നോക്കുന്ന പോലെയാ പാറു എന്നെ നോക്കുന്നത്. ഓ, മണി എപ്പോഴാ വന്നേ? ഇപ്പ വന്നതേ ഉള്ളൂ. പാറുവിന്റെ അമ്മയെ ഞാൻ കൊറേ വിളിച്ചു. ആ, ഞാൻ വടക്കേ മുറിയിലായിരുന്നു. എന്റെ കുട്ടിയുടെ വിശേഷം പറ മണി. അവൾക്ക് സുഖല്ലേ? സുഖാണോന്നോ? അവളെ ഇപ്പൊ കാണണം. സിനിമാ നടിമാര് തോറ്റുപോകും. എനിക്കത് കേട്ടാ മതി. പിന്നെ സിനിമാ നടി വെറുതെ പറയുന്നതാ അമ്മേ. കാക്ക കുളിച്ചാ കൊക്കാവോ? കാക്കയല്ല, കൊക്ക് തന്നെയായിരുന്നു. നീ അസൂയ കാരണം കാക്കയെന്ന് പറഞ്ഞ് നടന്നതാ. കേട്ടില്ലേ അമ്മേ? 4 ദിവസം അവളുടെ അടുത്ത് പോയി താമസിച്ചപ്പോ ഈ ജന്തുവിന്റെ നാവിന് നീളം വെച്ചു. എന്റെ പാറുവിനെ പറഞ്ഞ ഞാൻ തിരിച്ചു പറയും. തുടങ്ങിയ വഴക്ക് കണ്ണി കണ്ട കീരിയും പാമ്പും പോലെയാ. അല്ല, പൂച്ചയും തത്തയും പോലെ. ഇവനെ ഞാനൊരു ദിവസം കടിച്ചു കീറും. ഞാൻ നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുകയും ചെയ്യും. രണ്ടാളൊന്ന് നിർത്തുന്നുണ്ടോ? എന്റെ കുട്ടിയുടെ വിശേഷം പറ മണി. പാറുവിന്റെ അമ്മയ്ക്ക് അവളെ കാണാൻ തോന്നുന്നുണ്ടോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ മണി? പട്ടണത്തിൽ പോയി പരിചയമില്ലാത്തോണ്ടാ ഞാൻ അവളെ കാണാൻ പോവാത്തത്. ഫോണിൽ വിളിച്ച് വിശേഷം അന്വേഷിക്കാന്ന് വെച്ചാ അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ലല്ലോ. അതിന്റെ ഇടപാടുകൾ എനിക്ക് അറിയത്തുമില്ല. മുത്തശ്ശനും പാറുവിന്റെ അമ്മ അവിടം വരെ പോയി ബുദ്ധിമുട്ടണ്ട. പാറു ഇങ്ങോട്ട് വരുന്നുണ്ട്. മണി എന്താ പറഞ്ഞേ? സത്യ പാറുവിന്റെ അമ്മേ, ഞങ്ങൾ ഒരുമിച്ചാ വന്നത്. അവൾ ക്ഷേത്രത്തിൽ തൊഴാൻ കയറിയിരിക്ക. അവൾ വരുന്നത് അറിയിക്കാനാ ഞാൻ വേഗം വന്നത്. അച്ഛാ, പാറു വരുന്നൂന്ന്. എടി കേട്ടില്ലേ? എന്റെ കുട്ടി വരുന്നൂന്ന്. അതിന് അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് ചാടുന്നത്? അവളെ അവളുടെ കെട്ടുവിനെ അടിച്ചു ഓടിച്ചിട്ടുണ്ടാവും. കയറി ചെല്ലുന്നിടത്തെല്ലാം മുടിപ്പിക്കുന്ന സ്വഭാവമല്ലേ? ഭർത്താവിന്റെ കൂടെ അവള് വരുന്നത്, കാറില്. അച്ഛാ, വിശാലം ഉണ്ടെന്ന്. അയ്യോ, വീടിന്റെ കോലം കണ്ടില്ലേ? അടുക്കി പെറുക്കി വെക്കാൻ ഞാൻ എപ്പോഴും പറയും, കേക്കില്ല. ആസത്ത് നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പോയി ചെയ്യേ. എണീക്ക്. അതൊക്കെ ഞാനങ്ങ് ചെയ്തോളാം. നീ കടയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടു വാ. അല്ല, എന്തൊക്കെയാ വേണ്ടത്?
വന്ന് കേറിയ ഉടനെ ചായയും പലഹാരവും കൊടുക്കണം. ഉച്ചയ്ക്ക് ഊണ്. ആ, ഇവിടെ സാധനങ്ങളൊന്നുമില്ല. വേഗം പോയി ഒന്ന് വാങ്ങിച്ചിട്ട് വാ. വാടാ മണി. ഞാനില്ല. ഇനി തിന്നാൻ ഇങ്ങോട്ട് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പകരം തരാൻ ഈ മുത്തശ്ശന്റെ കയ്യിൽ ഒന്നുമില്ല. നല്ല സന്തോഷം വരുമ്പോ ഞാൻ എന്റെ പാറൂട്ടിയുടെ കവളിൽ ഒരു മുത്തം കൊടുക്കും. മോന് തരാനും എന്റെ കയ്യിൽ അതേ ഉള്ളൂ. മോൻ ഇഷ്ടപ്പെടുമെന്നറിയില്ല. അമ്മയ്ക്ക് കൊടുക്ക വിശാലേട്ടാ. ദാ വാങ്ങിച്ചോ അമ്മേ. അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ. അമ്മ ഇപ്പൊ കരയുന്ന തോന്നുന്നേ. മോളെ, അവനിതെന്റെ കയ്യിൽ വെച്ച് തന്നപ്പോ എന്റെ മോളെ പുറം കൈയും കൊണ്ട് തട്ടിമാറ്റി ഒരു ദയം കാണിക്കാതെ നടന്നു പോകുന്ന അവന്റെ മുഖമാ എന്റെ മനസ്സിൽ ആദ്യം വന്നത്. അതേ വിശാലിന്റെ കയ്യിൽ നിന്ന് ഇത് സ്വീകരിക്കാനുള്ള ഭാഗ്യം ദേവി എനിക്ക് തന്നല്ലോ. ഞാൻ കരഞ്ഞു പോയത് സന്തോഷം കൊണ്ടാച്ച. എന്റെ പാറൂട്ടിയെ കരീനാക്കി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവരാണ് ഈ നാട്ടുകാര്. നാട്ടുകാര് മാത്രമല്ല, അവളുടെ ഇളയത് പോലും അത് പറഞ്ഞ് നടന്നിട്ടില്ലേ. ലക്ഷണക്കേട് പിടിച്ച പാർവതിയെ കെട്ടാൻ ഒരു ചെറുക്കനും വരില്ല എന്ന് പറഞ്ഞ നാട്ടുകാരുടെ മുന്നില് യോഗ്യനായ ഒരു ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ച് അവള് വന്നില്ലേ. സന്തോഷിക്കാനുള്ള വക കുറെ ഉണ്ട് മോളെ. പുതിയ വസ്ത്രം കിട്ടിയപ്പോ എന്റെ അമ്മ എന്തിനാ കരഞ്ഞെന്നല്ലേ വിശാൽ സാർ മനസ്സിൽ ചോദിക്കുന്നേ. ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നവര് അങ്ങനെയാ. സങ്കടം വരുമ്പോ മാത്രമല്ല, സന്തോഷം വരുമ്പോഴും കരയും. മനസ്സില്ലാ മനസ്സോടെയാ വിശാൽ സാർ അത് ചെയ്തത്. പക്ഷേ അമ്മയ്ക്ക് സന്തോഷം ലഭിച്ചു. മുത്തശ്ശനും സന്തോഷമായി. പല്ലവിയും നല്ല സന്തോഷത്തില്. ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായപ്പോ വിശാൽ സാറിന് 3 പേരെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലേ. 3അല്ല, ഞാനടക്കം 4 പേര്. അതൊരു ചെറിയ കാര്യമാണെന്ന് വിശാൽ സാറിന് തോന്നുന്നുണ്ടോ? എന്നാ അതൊരു ചെറിയ കാര്യമല്ല. ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് വലിയ കാര്യം. ഇനി വിശാൽ സാറ് ഈ വീട്ടിൽ വരില്ലെന്ന് എനിക്കറിയാം. ഇനിയും എന്റെ സ്ഥാനം വിശാൽ സാറിന്റെ വീട്ടിലെ ഔട്ട് ഹൗസിലാണെന്നും അറിയാം. പക്ഷെ മോളുടെ ജീവിതം കരപിടിച്ചു എന്ന സന്തോഷം എന്നും അമ്മയുടെയും മുത്തശ്ശന്റെയും ഒക്കെ മനസ്സിലുണ്ടാവണം. തിരിച്ചു പോകുന്നത് വരെ വിശാൽ സാറ് ഈ വീട്ടിലെ നല്ല മരുമോനായിരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദൈവമേ, അല്ലാത്ത പരവേശവും തലകർക്കൊക്കെ വരുന്നു. ഇനി ഇവളെനിക്ക് കലക്കി തന്നത് വല്ല സൈനോടോ മറ്റോ ആണോ? എന്റെ അടുത്ത് അയ്യോ, ഓടി വായോ, എനിക്ക് തല കറങ്ങുന്നേ. അമ്മേ, എനിക്ക് തല കറങ്ങുന്നു. ഞാനിപ്പോ മരിക്കും. അമ്മേ, അമ്മേ, അയ്യോ, അമ്മേ. എടുത്തി
വാ അവിടെ ഇരിക്ക്. വാ. അമ്മ. എടുത്തി ഇങ്ങോട്ട് കിടക്കാം. കിടക്കാം. ഐശ്വര്യ എടുത്തി കണ്ണ് തുറക്ക്. ഈശ്വര എടുത്തി എടുത്തി കണ്ണ് തുറക്ക്. ഈശ്വര എടുത്തി. അമ്മേ അമ്മ ഓടി വന്നേ. എടുത്തി എടുത്തി. എന്താ അമ്മേ എന്താ പറ്റി? എടുത്തി തലയിറങ്ങി വീണമ്മേ. മാറിങ്ങോട്ട്. നീ എന്താടി എന്റെ കുഞ്ഞിനെ ചെയ്തേ? എന്റെ കുഞ്ഞിനെ നീ കൊന്നോ? അയ്യോ അമ്മേ. ഐശ്വര്യ മോളെ, ഐശ്വര്യ, ഐശ്വര്യ, ഐശ്വര്യ അനങ്ങുന്നില്ലല്ലോ. നീ എന്താടി ഇവളെ തലക്കടിച്ച് വീഴ്ത്തിയോ? എന്റെ പൊന്നമ്മ ഞാനൊന്നും ചെയ്തില്ല. ഐശ്വര്യ അടുത്ത് വെറുതെ നിന്നപ്പോ തലചുറ്റി വീണതാ. വെറുതെ തലചുറ്റി വീഴാൻ ഇവക്ക് എന്താ വട്ടുണ്ടോ? എടുത്തി നീ ചെന്ന് കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ചെല്ല്. ഐശ്വര്യ മോളെ, എന്താ നിനക്ക് പറ്റിയ? അയ്യോ ദൈവമേ, ഇവളെന്താ എന്റെ കൊച്ചിനെ ചെയ്തത്? മോളെ ഐശ്വര്യ, മോളെ വേഗം വെള്ളം കൊണ്ടുവാ. ആ അമ്മ ദാ. അമ്മ, ഐശ്വര്യ, അമ്മ എഴുന്നേക്ക്. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയ? ഇവള് നിന്നെ വല്ലതും ചെയ്തോ? ഞാൻ ഇവള് ഇഞ്ചിയും പഞ്ചാരയെന്നും പറഞ്ഞ് വേറെ എന്തോ വിഷം കലക്കി കൊണ്ടുവന്നു. ഞാനത് കുടിച്ചില്ല. പക്ഷേ ഇവളെന്നെ എന്തോ ചെയ്തു. എന്നെ എനിക്ക് ബോധം പോയി. അയ്യോ അമ്മ ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ല. നീ മിണ്ടരുത്. നീ എന്താ ചെയ്യാൻ മടിയില്ലാത്തവളാ. അമ്മ ഞാൻ ഈ വീട്ടിലുള്ള ഓരോരുത്തരെ ഓരോ രീതിയിൽ കൊല്ലാൻ നോക്കുക നീ. കൃഷ്ണ ശ്ശോ, ഭയന്ന് വിറച്ചാ ഞാൻ ഇതിനകത്ത് കഴിയുന്നേ. ഇതിന് അവസാനമായിട്ട് എന്തെങ്കിലും പരിഹാരം കാണണം. കണ്ടേ പറ്റൂ. മോള് വിഷമിക്കാതെ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇവളെന്താ ചെയ്തെന്ന് അറിയണമല്ലോ. വാ മാറ്. ദേ, എന്റെ മോളെ നീ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ പിന്നെ എന്താ ഞാൻ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. സൂക്ഷിച്ചു നീ. വാ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഖി, അരുണിനെ കണ്ടില്ലല്ലോ. ആ പറഞ്ഞു തീർന്നില്ല. ദേഹർണേട്ടം വന്നു. അരുണെ, കൺഗ്രാറ്റുലേഷൻ. എന്താടാ ഇളയച്ച? അല്ല, ഇന്ന് വല്യമ്മ നല്ല സന്തോഷത്തിലാണല്ലോ. അല്ല, ഇളയമ്മയ്ക്കുണ്ടല്ലോ. കുഞ്ഞി വരാൻ പോവാ. നിന്റെ വിളച്ചിലൊക്കെ തീർന്നു. അയ്യോ, വിളച്ചിൽ എന്റെ അല്ല, ഐശ്വര്യയുടെ തീരാൻ പോകുന്നേ. അങ്ങനെ മിസ് കേരള ഒരു അമ്മയാവാൻ പോവില്ലേ? വന്നല്ലോ. അമ്മ ഇപ്പൊ അങ്ങോട്ട് വരാം. വാ മോളെ. അതൊക്കെ അച്ഛനെ വിളിച്ച് പറഞ്ഞു. അച്ഛനെ വിളിച്ച് ഞാൻ പറഞ്ഞു. ആദ്യോടോ? ആ അമ്മേ, ഏട്ടനെ ഞാൻ ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ് ഐശ്വര്യ. താങ്ക് യു ഐശ്വര്യ. കൺഗ്രാറ്റ്സ്. അങ്ങനെ അമ്മയാവാൻ പോകുന്ന ഐശ്വര്യടുത്തേക്ക് ഈ കുഞ്ഞനിയന്റെ അഭിനന്ദനങ്ങൾ. അമ്മ എനിക്കങ്ങനെ കേൾക്കുന്നതേ കലിയാ.
എന്നാൽ ഇതൊരു വലിയ ചതിയായി പോയല്ലോ എന്റെ പൊന്നു മോനെ. നിങ്ങൾ എന്നെ ചതിച്ചു. ഇതിൽ കൂടുതൽ വലിയൊരു ആപത്ത് എനിക്ക് വരാനില്ല. ഇതിന് നിങ്ങളോട് ഞാൻ പകരം വീട്ടു. ഇനി പ്രസവം കഴിയുന്നതുവരെ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. മരുന്ന്, പ്രാർത്ഥന, ആവശ്യത്തിനുള്ള എക്സസൈസ് എല്ലാം വേണം. അയ്യോ, ഞാനിത് മറന്നുപോയി. ആരതി ഒഴിയണ ഐശ്വര്യടുത്തെ. എന്താ ഇത്? ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം ഓർക്കണ്ടേ? ഞാനിപ്പോ പോയി വിളക്കെടുത്തിട്ട് വരാം. നീ എന്താടാ ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ നിൽക്കുന്നേ? ഐശ്വര്യോട് എന്തെങ്കിലും പറയടാ. എന്തെങ്കിലും പറയാച്ചാ. ഇളയച്ചാ, ആ, അച്ഛനും അമ്മയും കൂടി അങ്ങ് ചേർന്ന് നിന്നേ. അമ്മ, ആരതി. നീ തന്നെ ഒഴിഞ്ഞോ? ഈശ്വര, അവശകനമാണല്ലോ. ഇവൾ എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് മനഃപൂർവ്വം വിളക്ക് തട്ടിത്തെറിപ്പിച്ചതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പൊ മാധു അമ്മയെ തനിക്ക് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകണം. അതല്ലേ തന്റെ ഇപ്പോഴത്തെ ആവശ്യം? അതെ, ഹൈദരാബാദിൽ സ്ഥിരതാമസമാക്കാനാ ഞങ്ങളുടെ പ്ലാൻ. നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഇത്രയും കാലം അമ്മയോട് ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അമ്മയ്ക്ക് പഴയതുപോലുള്ള ആരോഗ്യമില്ല. തന്നെയുമല്ല, മുത്തശ്ശിയുടെ സാമീപ്യം ഏറ്റവും കൂടുതൽ എന്റെ മകൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാ. മാതാപിതാക്കളെ മക്കള് അമ്പലമുറ്റത്തും അനാഥാലയത്തിലും ഉപേക്ഷിക്കുന്ന ഈ കാലത്ത് സ്വന്തം അമ്മയെ ശരത്ത് കൂടെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്നത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. വയസ്സുകാലത്ത് സ്വന്തം മക്കളുടെ കൂടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതിനേക്കാൾ വലിയ ഒരു ഭാഗ്യവും ഈ കാലത്ത് ലോകത്തില്ല. ദേ, ഇനിയുള്ള കാലം മാധുവമ്മ നിങ്ങളുടെ കൂടെ തന്നെയാണ് ജീവിക്കണം. അല്ല, ഈ കാര്യമേ അമ്മയോട് സംസാരിച്ചു? സംസാരിച്ചില്ല, സംസാരിക്കണം. പക്ഷേ ലക്ഷണങ്ങൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അമ്മ ഇവിടെ വിട്ട് വരില്ലെന്നാ. അതെന്താ അങ്ങനെ ഒരു തോന്നല്? അമ്മ ഇവിടെ പിടിച്ചു നിർത്തുന്ന കുറേയേറെ ഘടകങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഘടകങ്ങളൊന്നും ഇല്ല. ആകെ ഒറ്റ തടസ്സമേ ഉള്ളൂ. അതാ സുധാമണിയാ. മാധു അമ്മ പിടിച്ചു നിർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ക്ഷുദ്രശക്തിയാണ് അവള്. അവക്ക് കൊതിയഞ്ഞോണയും പറയാനും നാട്ടുകാരുമായിട്ടുണ്ടാക്കുന്ന വഴക്കിനൊക്കെ സപ്പോർട്ട് പറയാൻ ഒരാളും വേണമല്ലോ. ഇത്രയും കാലവും അവള് മാധുവമ്മയെ അതിനുപയോഗിച്ചോണ്ടിരുന്നത്. എന്തായാലും ഇനി അവിടെ പിടിയിലേക്ക് അമ്മയെ വിട്ടുകൊടുക്കണ്ട. പിടിച്ച പിടിയാലെ അങ്ങ് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകണം. അതിനെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്തായാലും ഇത്തവണ എന്റെ മകൾ മാള് കൂടെയുള്ളത് കൊണ്ട് അമ്മ ഞങ്ങളോട് വരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. തന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിക്കാൻ സുധാമണിക്ക് ഒരു നിമിഷം മതി. മാധു അമ്മ കൂടെ വന്നേ പറ്റത്തുള്ളെന്ന് നിർബന്ധമായിട്ട് താൻ പറയണം. അമ്മയെ കൊണ്ടുപോകണമെന്ന് മാള് നിർബന്ധം പിടിച്ചോണ്ടിരിക്കുകയാണ്. അവൾ അമ്മയും കൊണ്ട് ഹൈദരാബാദിന് തിരിച്ചു പോകും. അത് നന്നായി. കൊച്ചുമക്കളായാൽ അങ്ങനെ ആയിരിക്കണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കണം. ശരി. പിന്നെ എന്ത് സഹായം വേണമെങ്കിലും
അതെനിക്കറിയാം. അതിലെ ഞാൻ പിള്ളച്ചേട്ടനെ വന്ന് കണ്ടത്. ഓക്കെ, ശരി. ശരിയാണ്. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ സുധാമണിയുടെ കുറ്റം പറഞ്ഞു കൊടുത്തത്? പറഞ്ഞു കൊടുക്കും. ഈ കോളനിയിൽ നിന്ന് അവളെ എങ്ങനെങ്കിലും പുറത്താക്കുക എന്നുള്ളതാണ് എന്റെ ആത്യന്തികമായ ലക്ഷ്യം. അറിയാവോ നിനക്ക്? മാധവമ്മ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതിലൂടെ സുധാമണിയുടെ ഒരു ചിറക് ഞാൻ അരിഞ്ഞെടുക്കും. നിങ്ങളുടെ തലയിൽ ഇത്രയും കുത്തിത്തിരിപ്പും കുതന്ത്രം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. എന്തൊരു ദുഷ്ട മനസ്സാ നിങ്ങളുടേത്. എനിക്ക് ദുഷ്ട മനസ്സാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചോളാം. സുധാമണിയെ ഇവിടുന്ന് ഓടിക്കാൻ മന്ത്രവും തന്ത്രവും കുതന്ത്രവും ഒക്കെ ഞാൻ പയറ്റും. അവൾ എന്റെ ആജന്മ ശത്രുവാണ്. ആജന്മ ശത്രു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ മാഡം, ഞാൻ ചുമ്മാ എക്കോടൊന്ന് വഴക്കിട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് വഴക്കിടാറുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് വിവാഹമോചനമൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. സുലുവിന് ഒരു പരാതി ഇല്ലെങ്കിലും എനിക്ക് സ്വയമേ ഒരു പരാതി കൊടുക്കാൻ പറ്റും. അവർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതെ, ഇതൊരു പബ്ലിക് ന്യൂസൻസാ. ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഇവർക്ക് പരാതി ഇല്ലെങ്കിൽ എനിക്ക് പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. സുലു, ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചു തരാം. അയ്യോ, എനിക്ക് ഡിവോഴ്സ് വേണ്ടെന്ന് പറ. മാഡം, നമുക്ക് ഡിവോഴ്സ് വേണ്ട. പറ്റത്തില്ല. സീതേച്ചി, എനിക്ക് ഡിവോഴ്സ് വേണ്ടെന്ന് പറ. അതെന്താ ഇപ്പൊ കാണിച്ച്? അനുഭവിച്ചോന്ന്. അയ്യോ മാഡം, ശരിക്കും പറഞ്ഞാൽ കണ്ടല്ലോ, ഇക്ക് എന്നെ തല്ലിയില്ലായിരുന്നു മാഡം. കൈ ഇങ്ങനെ പൊക്കിയിട്ടേ ഉള്ളായിരുന്നു. കൈ പൊക്കിയില്ലേ? മതി. ഡിവോഴ്സ് കേസ് കൊടുക്കാൻ പറ്റുന്ന ആദ്യത്തെ കാരണങ്ങൾ ഒന്നാണ്. അതെ, സ്ത്രീകളുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ തൊടാൻ ഒരാൾക്കും അനുവാദം ഇല്ല. അയ്യോ, ഇല്ലേ? ഇല്ല. എന്റെ റബ്ബേ, എപ്പോഴാണോ ഇക്ക് കൈ പൊക്കാൻ തോന്നിയത്? ഞാൻ തീരുമാനമാക്കി തരാം. അതെ, ചെറുത് നിലവിളിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഞാൻ അറിഞ്ഞ ഇത് കയറി വരുമെന്ന്. നല്ല നാരങ്ങാവളമായിരുന്നേ. ശരിയാക്കി തരാം. ഇന്ന് തന്നെ വിളിച്ചെല്ലാം ശരിയാക്കി തരാം. ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണ്ടേ? എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ആലോചിക്കാനില്ലല്ലോ. ഞാൻ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഞാൻ വെച്ച് പൊറുപ്പിക്കത്തില്ല. റെഡി, അതിനുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡി. മാഡം ഒന്നുകൂടെ. അയ്യോ, ഞാനൊന്നും ആലോചിക്കാനില്ല. ഷാഹിനയുടെ ഉമ്മയുടെയും വാപ്പയുടെയും ജീവിതത്തിന്റെ കാര്യമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അതല്ലേ? പങ്കജാഷൻ, താനിത് എവിടാണ്? കൊട്ടലപ്പാട്ടെന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത്തെ വീടോ? ഛേ, നിങ്ങൾ എന്നെ കൂട്ടാൻ തന്നെ അങ്ങോട്ട് പോയത്? ഇനിയിപ്പം അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഒരുവിധം നേരെയാക്കിയിട്ടുണ്ട്. ഇല്ലില്ല, ഞാൻ ഡൈവോഴ്സ് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് മൂവ് ചെയ്തേക്കുന്നത്. ശരി എന്നാ, ഇനിയിപ്പോൾ അവിടെ നിൽക്കി, ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. ഓക്കെ എന്നാ. ഈ വേലിക്കെട്ടൊക്കെയാണ് ആദ്യം പൊളിച്ചു കളയേണ്ടത്. മനുഷ്യനെ ഇതുവഴി കൂടെ ഇറങ്ങുകയും കയറുകയും ചെയ്തത്. ദൈവമേ. മാഡം, സാറാമ്മ മാഡം. ഇതാര്? വേട്ടക്കാരനോ? വേട്ടക്കാരനോ? ഞാൻ മജീദ് മാഡം. തന്നെ പിന്നെ വേട്ടക്കാരനല്ലാതെ വേഴാമ്പലെന്ന് വിളിക്കണോടോ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവൻ. മാഡം എന്നെ വേട്ടക്കാരനോ വേഴാമ്പലെന്നോ വെട്ടിക്കിളിയെന്നോ എന്ത് വേണോ വിളിച്ചോ, പക്ഷെ സുലു എന്റെ ജീവനാ. എന്നിട്ടാണോ ആ ജീവനെ താൻ തല്ലിക്കൊല്ലാറാക്കിയത്? അത് പിന്നെ സ്നേഹത്തോടെ ഒന്ന് വിളിച്ചപ്പോ വരാത്തോണ്ട് ഇത്തിരി ശക്തമായ ഭാഷയിൽ വിളിച്ചതാ. ശക്തമായ ഭാഷയിൽ വിളിക്കാൻ അവർ നിങ്ങളുടെ അടിമയാ? അല്ല മാഡം, എന്റെ ഭാര്യയാണ്. മാഡത്തോട് തർക്കിച്ച മാഡമേ ജയിക്കും. അപ്പൊ അത് തനിക്ക് അറിയാം. താൻ ചെയ്തത് മുഴുവൻ തെറ്റാണ്, നല്ല ബോധ്യമുണ്ടല്ലേ? അതെ, ഞാൻ ചെയ്തത് തെറ്റാണ്. ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല, സത്യമാണ്. അതുകൊണ്ട് മാഡം അവളെ എന്റെ കൂടെ പറഞ്ഞയക്കണം. അയ്യോ, തന്റെ കൂടെ അല്ല, അവരിനി കുടുംബ കോടതിയിലേക്കാ പോകാൻ പോകുന്നത്. സുലുവിന് കുടുംബ കോടതി ജോലി കിട്ടിയോ? ജഡ്ജിയുടെ അടുത്തിരുന്നിട്ടേ പുള്ളിയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാന്നുള്ളത് ഞാൻ അവർക്ക് കൊടുത്തേക്കുന്ന ജോലി. എടോ, അവര് തന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവാ. പടച്ചോൻ ചതിക്കല്ല, അവരെ രക്ഷിക്കുക ചെയ്തത്. താൻ പോയി തന്റെ പണി വല്ല നോക്കടോ. ഇനി അവര് തന്റെ ഒപ്പം വരാൻ പോകുന്നില്ല. എന്തിനു നിക്കുന്നേ? പൊക്കൂടെ? പൊക്കോളാം. അല്ല, ഒരു പ്രാവശ്യം കൂടെ. എന്താണേലും ഇനി അവരെ തന്റെ കൂടെ വെച്ച് പൊറപ്പിക്കത്തില്ല. പൊറപ്പിക്കരുത്. ഇല്ല, നമുക്ക് കുടുംബ കോടതി കാണാം. ഈ മാഡത്തിന് ഇത് എന്തിന്റെ കുഴപ്പമാണ്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.